78ാമത്തെ വയസ്സിലെ മൈൻഡ് മാറ്റാൻ വന്ന് അത് ശരിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്ന് പറഞ്ഞത് ഞാൻ ഒരുപാട് സ്ത്രീകളൊക്കെ അപമാനിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഒരു നല്ല രീതിയിൽ അവരുമായിട്ട് ഇടപഴകാൻ പറ്റിയിട്ടില്ല. കാരണം സംഭവിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഒരു 15-20 വയസ്സിലൊക്കെ ഞാൻ ഒരുപാട് ഓഷോ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൽഫ മെയിൽ കൺസെപ്റ്റൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ബാക്കി സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. അവരുടെ പ്രഭാഷണമൊക്കെ കേട്ടിരുന്നു. അതിന് ശേഷം എനിക്ക് സ്ത്രീകൾ പറഞ്ഞാൽ ഭയങ്കര ആ ഒരു രീതിയിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ലൈഫിൽ എപ്പോഴും അതൊരു സ്ട്രഗിളായിട്ട് മാറിയിട്ടുണ്ട്. റിലേഷൻഷിപ്പിലും ഫാമിലി ലൈഫിലും ഈവൻ എൻ്റെ മരുമക്കളോട് പോലും ഞാൻ നല്ല നിലയിൽ പെരുമാറിയിട്ടില്ല. ഒരുപാട് ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ കുറച്ച് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൈൻഡ് ഒന്ന് ഓപ്പൺ അപ്പ് ആയത്. എനിക്കിതൊക്കെ ഒന്ന് മാറ്റണം, ഇതേപോലെ പോയാൽ പോരാ എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചത് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൽഫ മെയിൽ എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോ നമ്മുടെ ചെറുപ്പക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, ഫാമിലി ലൈഫിൽ ഒക്കെ ഇതൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ കൺസെപ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ സംഭവങ്ങളൊക്കെ ഇവരുടെ മനസ്സിൻ്റെ അകത്തുണ്ടായിരിക്കും. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ പെരുമാറുക, സംസാരിക്കുക, ഇടപഴകുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബിലീഫ് സിസ്റ്റംസ് മാറ്റുക, അതിലെ ബാക്കിയുള്ള ആൽഫ മെയിൽ കൺസെപ്റ്റുകളൊക്കെ പൊളിച്ചെടുക്കുക, അതിനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വിശ്വാസങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ പുനഃപ്രതിഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേറെ ഷോർട്ട് കട്ട് സൊല്യൂഷൻസ് ഒന്നുമില്ല.